മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലുത് സമാധാനമാണ് എന്നുള്ളതിന് തർക്കമില്ല. ഇന്നിൻ്റെ ലോകത്തിലും പൂർവ്വകാലങ്ങളിലുമൊക്കെ മനുഷ്യൻ അന്വേഷിച്ച് നടന്ന ഒരു നിധിയായിട്ടാണ് സമാധാനത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മനുഷ്യജീവിതത്തിൽ തിരക്കേറിയ ജീവിത സാഹചര്യത്തിനിടയിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ ജീവിതത്തിൻ്റെ ചക്രത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന് പണത്തേക്കാൾ ഉപരി വേണ്ടിയത് സമാധാനമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണങ്ങളിലാണ് ഇന്നും മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളതാണ്. എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പോഴൊക്കെ മനുഷ്യൻ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങുന്നത് പോലെ സമാധാനമില്ലാതെ അവൻ്റെ ജീവിതം നയിക്കുന്നത് കാണാനായിട്ട് കഴിയും. നമ്മുടെ മുമ്പിൽ വളരെ ചിരിച്ചും സന്തോഷത്തോടും കൂടെ നടക്കുന്ന മനുഷ്യർ, നമുക്ക് വലിയ ആൾക്കാരെന്ന് തോന്നുന്ന പലരും സമാധാനമില്ലാതെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് വിശ്വസിക്കാനായിട്ട് കഴിയും? നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിനകത്ത് അസമാധാനത്തിൻ്റെ വലിയ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നമ്മളും പലപ്പോഴും സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, തകർച്ചകളുടെ നടുവിൽ, വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ വല്ലാതെ വലഞ്ഞു പോയിട്ടുണ്ട്. ആ ഇടങ്ങളിൽ നമുക്ക് വേണ്ടിയിരുന്നത് സമാധാനമായിരുന്നു. യേശുക്രിസ്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്. യോഹന്നാൻ സുവിശേഷം 14:27 തൻ്റെ ശിഷ്യന്മാരോട് മാളിക മുറിയിൽ വെച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല ആ സമാധാനം. യേശു തൊട്ട് താഴെ പറയുന്നു, ആ തരുന്ന സമാധാനത്തിന് ലോകത്തിന് എടുത്തു കളയാനും കഴിയത്തില്ല. യേശു ഈ വേദഭാഗം പറയുന്നത് എപ്പോഴാണെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിറ്റേ ദിവസം യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. ആ മരണത്തിൻ്റെ തലേരാത്രിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. തൻ്റെ മുമ്പിൽ മരണം നിൽക്കുമ്പോഴും നാളെ മരിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത തൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുമ്പോഴും യേശുക്രിസ്തു ധൈര്യത്തോടു കൂടെ പറയുന്ന ആ വേദഭാഗം ഇന്ന് നമ്മളെ ശക്തീകരിക്കുന്നതായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നാളെ മരിക്കാനിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇന്ന് സമാധാനത്തെക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്? അടുത്ത ദിവസം ഒരു വെല്ലുവിളി നേരിടാൻ പോകുന്ന, അടുത്ത ദിവസം ഒരു തകർച്ച നേരിടാൻ പോകുന്ന, വലിയ ഭീഷണി ഉയർത്തുന്ന ചില സംഗതികൾ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ന് ഒരുവന് സമാധാനത്തെക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്? യേശുക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിച്ച സമാധാനത്തിൻ്റെ അളവ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്കും അങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെ ഗൗരവമായി നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് പോലും യേശു അസ്വസ്ഥനായിരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നവർ ചുറ്റുവട്ടങ്ങളിലുണ്ടായിരുന്നു. ജനനം മുതൽ മരണം വരെ യേശുക്രിസ്തുവിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഇടത്തിൽ ഒരിടത്ത് പോലും യേശുക്രിസ്തു അസ്വസ്ഥനായിട്ടോ അസമാധാനത്തിലിരിക്കുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വെല്ലുവിളികൾ വന്നിട്ടുണ്ട്, തകർച്ചകൾ വന്നിട്ടുണ്ട്, ജീവനെ ഭീഷണിപ്പെടുത്തുന്ന പലവിധമായിരിക്കുന്ന വസ്തുതകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും യേശുക്രിസ്തു ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചതായിട്ട് വേദപുസ്തകത്തിൽ എങ്ങും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. യേശുവിൻ്റെ ശുശ്രൂഷകളെ ചോദ്യം ചെയ്തുകൊണ്ട് പലവട്ടം വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ 5000-ലധികം പുരുഷന്മാരിൽ നിൽക്കുകയാണ്. അവർക്ക് ആഹാരം കൊടുക്കണമെന്നുള്ളൊരു വെല്ലുവിളിയാണ്. ശിഷ്യന്മാരോട് ആ കാര്യം പറയുമ്പോൾ ശിഷ്യന്മാർ അവിടെ പാനിക്കാകുകയാണ്. എന്ത് ചെയ്യണം? എവിടെ നിന്ന് ആഹാരം എടുത്തുകൊണ്ട് വരണം? 200 വെള്ളിക്കാശെങ്കിലും വേണം. ഇങ്ങനെയുള്ള അസ്വസ്ഥതയുടെ വാക്കുകൾ ഉരുവിടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ യേശുക്രിസ്തുവിൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ വളരെ ശാന്തമായി യേശുക്രിസ്തു ആ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരുമായി ഒരു രാത്രി ഗന്നസരത്ത് തടാകത്തിലൂടെ അക്കരെയുള്ള ഒരു ദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ആ പടകിന് നേരെ പ്രതിസന്ധി ഉയരുകയാണ്, കൊടുങ്കാറ്റടിക്കുകയാണ്, തിരമാലകൾ തള്ളിക്കയറുകയാണ്. ശിഷ്യന്മാർ പ്രാണവ്യഥയിലാകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരെ കൊണ്ടൊക്കുന്നത് പോലെ അവർ ആ പടകിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ യേശു ആ പടകിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായി ശിഷ്യന്മാരുടെ ജീവൻ അപകടത്തിലാകുമ്പോഴും യേശുക്രിസ്തുവിനെ അത് ബാധിച്ചിരുന്നില്ല എന്നുള്ളത്
അവനിൽ വ്യാപരിച്ച സമാധാനത്തിൻ്റെ അളവ് എത്രയായിരുന്നു എന്ന് നമുക്കതിലൂടെ ചിന്തിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഏതൊരു പ്രശ്നത്തെയും യേശു അസ്വസ്ഥമായി കൈകാര്യം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. യേശുക്രിസ്തുവിനെ പിടിച്ചു കെട്ടേണ്ടതിന് ഗത്സമന തോട്ടത്തിൽ വാളും വടിയും തീപ്പന്തങ്ങളുമായിട്ട് നൂറുകണക്കിന് പടയാളികൾ അണിനിരന്ന് നിൽക്കുകയാണ്. യേശു ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ശിഷ്യനായിരിക്കുന്ന യൂദയും കൂടെ ഉൾപ്പെടുത്തിയാണ് ആ സംഘം ഗത്സമന തോട്ടത്തിലേക്ക് ഇരച്ചു കയറുന്നത്. അവർ കയറി വരുന്നത് കണ്ടപാടെ തന്നെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 11 ശിഷ്യന്മാരും പലയിടങ്ങളിലേക്ക് ഓടി മറഞ്ഞു. യേശു ധൈര്യത്തോടുകൂടെ പോയി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രായനായ യേശുവിനെ എന്ന് പറയുകയും അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള അവിടുത്തെ ഹൃദയത്തിനകത്ത് വ്യാപരിച്ച സമാധാനം എത്ര വലുതാണ്, എത്ര വലിപ്പമുള്ള ഒരു സമാധാനമാണ് യേശുവിലുണ്ടായിരുന്നത്. തൻ്റെ ഐഹിക ജീവിതത്തിൽ ഒരു ഇടവേളയിലും പിശാചിനോ അവൻ്റെ കൂട്ടാളികൾക്കോ സമൂഹത്തിലോ സമൂഹത്തിലെ ജനത്തിനോ തൻ്റെ കുടുംബക്കാർക്കോ പുറത്തുള്ളവർക്കോ തന്നെ അസ്വസ്ഥപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല, തന്നെ അസമാധാനത്തിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് യേശുവിൻ്റെ ജീവിതത്തിൽ വ്യാപരിച്ച സമാധാനത്തിൻ്റെ അളവ് എത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒന്നാകുന്നു. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ, പാപമൊഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുല്യം നിൽക്കുന്നവനാണ് യേശുക്രിസ്തു. അവനിൽ വ്യാപരിച്ച സമാധാനത്തെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുകയാണ്. ആ തരുന്ന സമാധാനം ലോകത്ത് നിന്ന് ആരിൽ നിന്നും എടുത്തു തരുന്നതല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ശിഷ്യന്മാരിൽ ആ സമാധാനം വ്യാപരിച്ചോ എന്ന് ഒരു സംശയം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. 100% ആ സമാധാനം ശിഷ്യന്മാരിലും വ്യാപരിച്ചു എന്നുള്ളതാണ്. തൻ്റെ കൂട്ടാളികളിൽ ഒരുവനായ യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നതിന് ശേഷം തന്നെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കുകയാണ്. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കുകയാണ്. അടുത്ത പ്രഭാതത്തിൽ പൊതുവേദിയിൽ നിർത്തി കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 4 ചേവകരുള്ള 4 കൂട്ടത്തെ കാവൽ ഏർപ്പെടുത്തി അകത്തെ കാരാഗ്രഹത്തിൽ 4 സെല്ലുകൾക്ക് അകത്തെ കാരാഗ്രഹത്തിൽ അടച്ചുപൂട്ടി പിറ്റേ ദിവസം കഴുത്തറുത്ത് കൊല്ലേണ്ടതിന് ഹെരോദാവ് പദ്ധതി ഒരുക്കിയിരിക്കുന്ന ആ രാത്രി വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ 4 പടയാളികളുടെ ഇടയിൽ കിടന്ന് പത്രോസ് ഉറങ്ങി എന്നുള്ളത് തൻ്റെ ഗുരുവിൽ വ്യാപരിച്ച സമാധാനം ആ മനുഷ്യനിലും ലഭിച്ചു എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വേദഭാഗമുണ്ട്, 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കട്ടെ. പൗലോസ് ഈ വേദഭാഗം പറയുന്നത് തന്നെ പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ചുറ്റുവട്ടങ്ങളിൽ ആൾക്കാരും സഭാജനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നു കൊണ്ടല്ല പൗലോസ് ഈ കാര്യം പറയുന്നത്. ഒരു ചെറിയ ദ്വാരത്തിലൂടെ അരിച്ചിറങ്ങുന്ന ഒരു ചെറിയ വെളിച്ചം, ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ചെറിയ ഇടുങ്ങിയ ഗുഹയ്ക്കകത്ത് കുറ്റവാളിയായി കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴാണ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഇങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് കിടന്നുകൊണ്ട് സമാധാനത്തെക്കുറിച്ച് പറയാനായിട്ട് കഴിയണമെങ്കിൽ അവരിൽ വ്യാപരിച്ച സമാധാനം എത്ര വലുതാണ്. തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും തൻ്റെ രോമത്തിന് പോലും ഒരു കേടും സംഭവിക്കാതിരുന്നപ്പോൾ 94 വയസ്സുള്ള യോഹന്നാൻ എന്ന വന്യവയോധികനെ കഴുകന്മാർ വട്ടമിട്ട് കറങ്ങുന്ന ആ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഡൊമീഷ്യൻ നാട് കടത്തുമ്പോഴും മുഖത്തല്പം പോലും ഭാവവ്യത്യാസം പ്രകടിപ്പിക്കാതെ ആ മനുഷ്യൻ അവിടേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ തനിക്ക് മുൻപേ ചെന്നവരുടെ എല്ലിൻ കഷ്ണങ്ങൾ അവിടെ ബാക്കി കിടക്കുമ്പോൾ തന്നെ കൊത്തിപ്പറിക്കാൻ കഴുകന്മാർ വട്ടമിട്ട് കറങ്ങുമ്പോഴും ആ മനുഷ്യനിൽ വ്യാപരിച്ച സമാധാനം എത്ര വലുതാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തി, സമാധാനത്തെ കെടുത്തി, നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തി, ജീവിതത്തിൽ നിങ്ങളെ മരണത്തിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും വെല്ലുവിളികൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവദാസൻ അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, അസമാധാനപ്പെടുത്തുന്ന ആ സംഗതികൾ ഈ ദൈവവചനത്തിൻ്റെ കേൾവിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്നിലൊരു ദൈവിക സമാധാനമുണ്ടെങ്കിൽ 3 സവിശേഷതകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളിൽ ദൈവിക സമാധാനം ചലിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? അത് എന്ത് സംഭവിച്ചാലും അത് ദോഷത്തിനാകത്തില്ല
എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവിക സമാധാനം നിങ്ങളിൽ വ്യാപരിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു അടയാളമാണ്. നിങ്ങൾക്ക് എന്ത് ദോഷം സംഭവിച്ചിരുന്നാലും, നിങ്ങൾക്ക് എത്ര ദുഃഖം സംഭവിച്ചിരുന്നാലും അത് ദോഷത്തിനാകത്തില്ല, മരണത്തിനാകത്തില്ല എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അത് ദൈവിക സമാധാനം നിങ്ങളിലുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ്. അസാധാരണമായ ഒരു ധൈര്യം നിങ്ങൾ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവിക സമാധാനത്തിൻ്റെ ഒരു രണ്ടാമത്തെ അടയാളമാണ്. രോഗം ശരീരത്തിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ തെല്ലും അവരുടെ മുഖത്ത് നിരാശയില്ല. കാര്യം അവരിൽ വ്യാപരിക്കുന്നത് അസാധാരണമായ ഒരു സമാധാനമാണ്, ഭയങ്കര ധൈര്യമാണ്. അത് ദൈവിക സമാധാനമുള്ളവൻ്റെ ഒരു ലക്ഷണമാണ്. നാളെ തലപോകുന്ന ഒരു വിഷയം മുൻപിലുണ്ടെന്നറിയാം, എങ്കിലും മുഖത്തൊരു ഭാവവ്യത്യാസം പ്രകടിപ്പിക്കാതെ സന്തോഷത്തോടുകൂടി ആ മനുഷ്യന് ഇന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനിൽ ദൈവിക സമാധാനം വ്യാപരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിൽ ദൈവിക സമാധാനമുണ്ട് എന്നതിൻ്റെ മൂന്നാമത്തെ തെളിവ്, മുൻപിലൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഉറപ്പ്, അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു ദൈവിക സമാധാനമുണ്ട് എന്ന് പറയാം. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ തരുന്ന സമാധാനം യേശുക്രിസ്തുവിൽ വ്യാപരിച്ച സമാധാനമാണ്. അത് തൻ്റെ ശിഷ്യന്മാരിലേക്ക് പകരുകയും ശിഷ്യന്മാരിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് ഈ 20 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സമാധാനം ഇങ്ങനെ ഒരു വലിയ നദി പോലെ ഒഴുകുകയാണ്. ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് അസ്വസ്ഥമായിരിക്കുന്ന നിലവാരത്തിൽ പിശാചി നിങ്ങളെ മരണത്തിൻ്റെ കയത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കയറിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ വിഷക്കുപ്പിയിൽ നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളിൽ ഒരു വലിയ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി നിങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും അസമാധാനത്തെയും എടുത്തു കളഞ്ഞ് ആ ദൈവിക സമാധാനത്തിലേക്ക് വരാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.